ഞാനിപ്പം ലേൺ ബേസിൽ ജോയിൻ ചെയ്തിട്ട് ഇത് 2ാമത്തെ കൊല്ലമാണ്. എനിക്ക് ആദ്യം 1 വീക്ക് മാത്രമേ വേറൊരു മെൻറ്റർ കിട്ടിയിട്ടു. പിന്നെ അതിന് ശേഷമാണ് ദുർഗ മാമിനെ കിട്ടിയത്. ഒരു എന്താ പറയണ്ട, ഒരു മിസ് എന്നതിലുപരി ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്ററായിട്ട് അത്രയും നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഇതിൻ്റെ സ്റ്റഡീൻ്റെ കാര്യം മാത്രമല്ല, വേറെ എന്ത് നമുക്ക് മെൻ്റലിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മിസ്സിനെ. അല്ലെങ്കിൽ ഏത് രാത്രി എത്ര ടൈം ലേറ്റ് ആയാലും മിസ്സിനോട് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാലോ എന്തെങ്കിലും പറ്റി അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചാലും മിസ് അപ്പാടുന്ന് അത് റിപ്ലൈ തരലുണ്ട്. ഭയങ്കര സപ്പോർട്ടീവാണ് മിസ്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ തന്നെ എങ്ങനെ അത് നമ്മളത് തരണം ചെയ്ത് നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്തിട്ട് അതൊന്നൊരു എന്താ പറയണ്ട് ഭയങ്കര റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു മിസ്സെന്നതിൽ കൂടുതൽ ഒരു നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റും. ഞാൻ BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് രജനി എന്നാണ്. എൻ്റെ മെൻറ്റർ ഹിബ മാഡമാണ്. ഹിബ മാഡം എനിക്ക് വളരെയധികം പഠിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും വിളിച്ച് എന്തൊക്കെ പഠിച്ചു, ഈ ആഴ്ച എന്തൊക്കെ ചെയ്തു, ഈ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാഡം ചോദിക്കാറുണ്ട്. പിന്നെ മാഡം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന കാരണം എനിക്കും പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അടുത്ത പ്രാവശ്യം മാഡം വിളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചെന്ന് പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനും ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്ന് പഠിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കോമേഴ്സ് പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാഡം എപ്പോഴും എനിക്ക് നല്ല എൻകറേജ്മെൻറ്റ് തരാറുണ്ട്. പഠിക്കാൻ സാധിക്കും, കഴിയും, നന്നായി ട്രൈ ചെയ്യ്, പഠിക്കുക, ഒന്നുകൂടി ക്ലാസ്സുകൾ കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ BBAയിൽ ഫസ്റ്റ് സെമ്മ് വളരെ ലേറ്റായിട്ടാണ് ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് എഴുതാനും ക്ലാസ്സുകളൊക്കെ കേൾക്കാനും ഒക്കെ മാഡം എനിക്ക് വളരെ എൻകറേജ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ എനിക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ അസൈൻമെൻറ്റിനൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ടേ വന്നിട്ടുള്ളെങ്കിലും അതിലും നല്ല മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഹിബ മാമിനോട് വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ പേര് മർലിൻ തമ്പി എന്നാണ്. എൻ്റെ മെൻറ്ററുടെ നെയിം ഹന എന്നാണ്. ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് സൈക്കോളജിയാണ്. അപ്പോൾ ഞാൻ വന്ന് ചേർന്നപ്പോഴേ എനിക്ക് മെൻറ്റർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മെൻറ്ററെ കിട്ടിയപ്പോൾ എനിക്ക് ഹന അന്ന് മെൻറ്ററാണ് കിട്ടുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത്. കുറച്ച് ഏജ് ഒരു 40+ ആണ് ഞാൻ. അപ്പോൾ അത്രയും ഗ്യാപ്പുകൾക്ക് ശേഷം പ്രീ ഡിഗ്രിക്ക് വിദ്യാഭ്യാസം വിട്ടിട്ട് പിന്നെ ഇത്രയും ഗ്യാപ്പുകൾക്ക് ശേഷമാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്നത്, ഇങ്ങനെ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മെൻറ്റർ ഹന എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് എൻ്റെ ടെൻഷൻസും അതുപോലെ ക്യാച്ച് ചെയ്യാനുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഹന അത് ഒക്കെ മാറ്റി തന്നു. പിന്നെ പഠിക്കാൻ നല്ല പ്രോത്സാഹനം തന്നു. ഇപ്പോൾ ഈ മന്ത് എൻഡ് മീറ്റിങ്ങിൽ ഓരോരുത്തരുടെ മാർക്കുകൾ ഇപ്പോൾ ഫസ്റ്റൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അതെന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതെന്താണ്, അതെങ്ങനെയാണ് അതിന് മാർക്ക് കിട്ടുക എന്നൊക്കെ ഹന വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ആ ഒരു ഇതിൽ ഞങ്ങളുടെ ഒരു ക്ലാസ് എന്ന് പറയാം, അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. ആ മാർക്കൊക്കെ അങ്ങനെ ഓരോ തവണയും കൂടുതൽ ഇത്ര മാർക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്, സന്തോഷമാണ്. അതുപോലെ ഞാൻ പഠിക്കുന്ന കണ്ടിട്ട് അത് എൻ്റെ മൂത്ത ആള് അവളും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവളും ഇഗ്നോയിൽ ചേർന്നിട്ടുണ്ട്. എൻ്റെ പോലെ ഒരു നല്ല മെൻറ്ററെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളും ചെയ്തത്. അപ്പോൾ ഹനയുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സപ്പോർട്ടുകൾ. ഇപ്പം നമുക്ക് ഹന എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ ആ ടെൻഷൻ നമുക്ക് മാറ്റിത്തരാനൊക്കെ ഹന നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളോട് ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് ഹനയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ റിലീഫാണ് എനിക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ടീച്ചർ ഹന എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ആളാണ്. അതുകൊണ്ട് എൻ്റെ ടീച്ചർ എനിക്ക് നല്ല ഇഷ്ടമാണ്.
ആദ്യമായിട്ട് തന്നെ ലേൺ വൈസിൽ വരാൻ പറ്റിയതിൽ, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇഗ്നോ എന്നുള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ എടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറേ വിഷമിച്ച കേസെന്ന് വെച്ചാൽ അക്ഷയ പോവുക എന്നുള്ള കാര്യം. എനിക്ക് പൊടി കുഞ്ഞാണുള്ളത്, അപ്പോൾ അവിടെ പോകാനും ചെയ്യാനും 2 ദിവസം പോയി നടന്നില്ല, ഞാൻ തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ലേൺ വൈസിൻ്റെ ആഡ് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ തന്നെ എന്നെ അവിടുത്തെ അക്കാഡമിക് കൗൺസിലർ വിളിച്ചിട്ട് 2 ഓപ്ഷൻസ് തന്നു. ഒന്നിൽ നമുക്ക് മെൻറ്ററിനെ കൊണ്ടും പിന്നെ മെൻറ്റർ ഇല്ലാതെയുള്ള സ്റ്റഡീസിനെ പറ്റി പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ആദ്യം കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻറ്റർ വേണ്ട, ഞാൻ തന്നെ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ കരുതി. പിന്നെ സബ്ജക്റ്റുകളെ പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി പ്രോബ്ലം പേപ്പേഴ്സൊക്കെ ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. തിയറി അല്ലല്ലോ, പ്രോബ്ലം പേപ്പേഴ്സിലാണല്ലോ നമുക്ക് കൂടുതൽ ഡൗട്ട്സ് വരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ മെൻറ്ററും കൂടെ വേണമെന്നുള്ളൊരു നിലപാടിലോട്ട് എത്തി. അങ്ങനെ മെൻറ്ററിനെ വേണമെന്ന് ഞാൻ അക്കാഡമിക് കൗൺസിലറോട് പറഞ്ഞു. അങ്ങനെ ആ ഓപ്ഷനിലോട്ട് ഞാൻ മാറി. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. ഇനിയിപ്പോൾ നല്ല ധൈര്യമായിട്ട് എനിക്ക് പഠിക്കാം, എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ മെൻറ്റർ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഒരു മുൻകൂട്ടി ഒരു മനസ്സിലൊരു ധൈര്യം കിട്ടി. അതാണ് ഫസ്റ്റ് നടന്ന സംഭവം. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മെൻറ്റർ സാൻഡ്ര മാമാണ്. മാം എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ മാമുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് മാം എന്നെ ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്തു. ഞങ്ങൾ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയോട് സംസാരിക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊരു ശരിക്കും എനിക്കൊരു പേടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും മേഡത്തിൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്കും മേഡത്തിൻ്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് എൻ്റെ ഒരു ചേച്ചി എന്നോട് സംസാരിക്കുന്ന കണക്കേ തോന്നിയുള്ളൂ. ഇപ്പോഴായാലും വിളിച്ച് സംസാരിക്കുമ്പം എൻ്റെ ചേച്ചി എന്നോട് സംസാരിക്കുന്ന കണക്കേ എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ. ഒരു മെൻറ്റർ അല്ലെങ്കിൽ എൻ്റെ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് എന്നോട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്നെ ആഴ്ചകൾ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പഠിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കുന്നു, അങ്ങനെ ഒരു ഫീലല്ല. എനിക്ക് മേഡത്തിൻ്റെ കോൾ വന്നാൽ എടുക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ ഒരു ലെവലിലോട്ട് ഫസ്റ്റ് വീഡിയോ കോളിൽ തന്നെ ഞാൻ എത്തി. പിന്നെ ആഴ്ചയിൽ എന്നാണ് മേഡം വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യം, മേഡം വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ കുറേ ലൈവ് സെഷൻസും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോഴേ മേഡം വിളിച്ചിട്ട് അത് കാണുന്നുണ്ടോ എടുക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാര്യം ഞാനിപ്പോൾ അഥവാ ചെയ്യാനായിട്ടൊന്ന് മടിച്ചാൽ പോലും മേഡം വിളിച്ച് ചോദിക്കും, മേഡത്തിനെ വിഷമിപ്പിക്കരുത്, ഇല്ലെങ്കിൽ മേഡവും ഞാനൊരു നല്ല ഫ്രണ്ട്ലി ആണ് എന്നൊക്കെയുള്ളൊരു മനസ്സിലൊരു ധൈര്യം എനിക്ക് വന്നു. പിന്നെ കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ കുറച്ച് സ്ട്രഗിളുകളും ഒന്നും ഞാൻ മേഡത്തിനോട് പറഞ്ഞിട്ടില്ല. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. മാക്സിമം അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ പഠിക്കാം, മേഡം പറയുന്ന രീതിയിൽ എങ്ങനെ പോകാം എന്ന് തന്നെയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പം വരെയും നടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് വരുമെന്ന് അറിയത്തില്ല. വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മേഡമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കാര്യം മനസ്സിലാക്കുന്നുണ്ട് മേഡം നമ്മളെ. പിന്നെ അടുത്ത കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പം ഞാൻ ബാക്കിലാണ്. അത് ഞാൻ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക്ലി കോൾ വിളിച്ചപ്പോൾ. അപ്പോൾ അടുത്ത നമ്മുടെ മന്ത് എൻഡ് മീറ്റിംഗ് വന്നപ്പോൾ മേഡം ഞങ്ങളുടെ BBAയിലുള്ള സ്റ്റുഡൻസ് എല്ലാം വന്നപ്പോൾ മേഡം പറഞ്ഞു അത് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു കേസ് മേഡം അവിടെ പറഞ്ഞു. ഞാനെന്നല്ല മിക്കവാറുള്ള സ്റ്റുഡൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അതിനെ തുടർന്ന് അത് അവിടെ ഒരു സത്യം പറഞ്ഞാൽ മന്ത് എൻഡ് മീറ്റിങ്ങിന് അതൊരു ചർച്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ ഞങ്ങളിപ്പോൾ ദൂരെ ഇരിക്കുകയാണെങ്കിലും മേഡം അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി പ്രശ്നം ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറഞ്ഞ് വിഷമിക്കേണ്ട, ഞങ്ങൾ ഇവിടം വരെ എത്തിയുള്ളൂ, ബാക്കിയുള്ളവർ പറഞ്ഞു ഞങ്ങൾ ഇവിടം വരെ എത്തിയുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റും, വിഷമിക്കേണ്ടത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അതിനൊക്കെ ഒരു കാരണമായത് മേഡമാണ്. ഞങ്ങൾ ആരും ഈ വിഷയം എടുത്തിട്ടില്ലായിരുന്നു, മേഡം തന്നെ പറഞ്ഞു. പിന്നെ അതിനെ തുടർന്ന് എല്ലാവരും ഇപ്പം രജിസ്റ്റർ ചെയ്തവരും ആദ്യമേ തുടക്കത്തിലേ ഉണ്ടായിരുന്നവരും എല്ലാവരും പിന്നെ സംസാരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവരോട് എല്ലാവരോടും സംസാരിക്കുന്നതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു. ഇന്ന് വരെയും ലേൺ വൈസിൻ്റെ ഒരു സെഷൻസിലും എനിക്ക് മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ള ഇല്ലെങ്കിൽ ഇത്രയും പേര് നമ്മളെ കാണുന്നു, ഇല്ല വീഡിയോ ഓൺ ചെയ്തിട്ട് നമ്മളെ വീഡിയോ കോൺഫറൻസിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാര്യം അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് ഇന്ന് വരെയും മേഡം എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത്. ഇനിയും എനിക്ക് വർഷങ്ങൾ ഇനിയും ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറേ സമയമുണ്ട്. അപ്പോഴെല്ലാം മേഡം എൻ്റെ കൂടെ ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അത്രയാണ് എനിക്ക് മേഡത്തിനെ പറ്റി പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് എനിക്ക് മേഡത്തിനെ ഫീൽ ചെയ്യുന്നത്.
എനിക്ക് അങ്ങനെ കുറേ ഫ്രണ്ട്സൊന്നുമില്ല. പക്ഷേ ആഴ്ചയിലായാലും ഒരു വട്ടമായാലും നമ്മൾ വിളിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും തിരകുന്ന ഒരു ഫ്രണ്ട് ഇപ്പോൾ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞാൽ കൂടിയും മേഡത്തിൻ്റെ കോണ്ടാക്ട്സ് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ആഷിഫ. ഞാൻ രാഗി മിസ്സിൻ്റെ അണ്ടറിലുള്ള BCom സ്റ്റുഡൻ്റാണ്. മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ വിളിച്ചിട്ട് പഠിപ്പ് എന്തായി, ഏതൊക്കെ പഠിച്ച്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ എല്ലാ പഠിപ്പിനെ പറ്റിയിട്ടും എല്ലാതായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ചെയ്യും. അങ്ങനെ നല്ല ഇതിൽ മിസ്സ് അടുത്തേനും വിളിക്കുമല്ലോ ചോദിക്കുമല്ലോ എന്നുള്ള ഇതുകൊണ്ട് പഠിച്ച് തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ട്രാക്കിലേക്ക് കയറാൻ പറ്റി. ഞാൻ 2019 BTech പാസ്ഔട്ടാണ്, പക്ഷേങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേൺവൈസ് എന്നുള്ള ഇത് കണ്ടപ്പോൾ ഇതിൽ അഡ്മിഷൻ എടുത്തത്. അഡ്മിഷൻ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് മതിയായി, എന്നെക്കൊണ്ട് ആവുന്നില്ല എന്നുള്ളൊരു തോന്നിയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാനാവില്ല എന്നുള്ളൊരിത് വന്നപ്പോൾ മിസ്സിന് മെസ്സേജ് ചെയ്ത് എന്തെങ്കിലും വഴിയുണ്ടോ ക്യാൻസൽ ചെയ്യാന്നുള്ളതിൽ. അപ്പം മിസ്സ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റും, പഠിച്ചു തുടങ്ങുക എന്നുള്ള ഇതിൽ പറഞ്ഞ് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ട്രാക്കിൽ കയറാൻ പറ്റി. എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഞാൻ പെട്ടെന്ന് ഇതിൽ വന്നപ്പോൾ ഒരു ഐഡിയ ഇല്ല, ഇതിൻ്റെ പറ്റി ഒരു ABCD അറിയില്ല. പക്ഷേങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ട്രാക്കിൽ കയറാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഓരോ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്യാൻ ഇതുവരെ എന്നുള്ള ഇതിൽ പറ്റുന്നുണ്ട്. ഇത് ഫുള്ള് ക്രെഡിറ്റ് എൻ്റെ രാഗി മിസ്സിനാണ്.